വകവാഇബ തറാബാ. ഒരു പെണ്ണിന്റെ പിന്നാലെ സകലവും ത്യജിച്ചുകൊണ്ട് ഓടുന്ന ചെറുപ്പക്കാരാ, ഈ പെണ്ണിനൊരു രോഗം വന്നാൽ, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടാൽ അവളെ നീ വലിച്ചെറിയുമല്ലോ. എങ്കിൽ സ്വർഗലോകത്തിലെ പെണ്ണിനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. വകവാഇബ തറാബാ. ഇളം മാദകത്തിടമ്പുകളാണ്, ആരും തൊടാത്ത പെണ്ണാണത്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എത്ര പെൺകുട്ടികളാണ് തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ലാ തസ്നൂ ലാ തസ്നൂ ഫയുദ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ വ്യഭിചരിക്കല്ലേ, നിങ്ങൾ വ്യഭിചരിക്കല്ലേ. നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിന്റെ സകലമാന സുഖങ്ങളും അല്ലാഹു എടുത്തു കളയും. പുറത്തുപോയി വ്യഭിചരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ വന്ന് തന്റെ ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെട്ടാൽ അവർക്കൊരു ലذത്തുണ്ടാവുകയില്ല, ഒരു സന്തോഷമുണ്ടാവുകയില്ല, ഒരു സുഖമുണ്ടാവുകയില്ല. പുറത്ത് ഏതെങ്കിലും അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പെണ്ണാണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് വരുമ്പോ അവനോടൊപ്പം അണിയറ പങ്കിടുമ്പോ അവൾക്ക് യാതൊരു തൃപ്തിയും ഉണ്ടാവുകയില്ല, യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല. കാരണം എന്താണെന്നറിയുമോ? ഭർത്താവിന്റെ കിടപ്പറ മറ്റൊരാളെ കൊണ്ട് പങ്കിട്ടവളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എടുത്തു കളയുമത്രേ. അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണിനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആർക്കാണോ അല്ലാഹു ആ പെണ്ണിനെ തീരുമാനിച്ചത്, ആ പെണ്ണിന്റെ സൗന്ദര്യത്തെ മറ്റൊരാളുടെ മുന്നിൽ വെളിവാക്കാതെ പ്രത്യേകമായ ഒരു കൂടാരത്തിൽ ഇവന്റെ പേരെഴുതി അല്ലാഹു അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ. എത്ര നല്ല തരുണിയാണ്, എത്ര നല്ല സുന്ദരിയാണ്, എത്ര നല്ല സുശീലയാണ്, എത്ര നല്ല സുമുഖിയാ. പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. വകവാഇബ തറാബാ. അവളുടെ നീളം മാദകത്തിടമ്പുകൾ കാണുമ്പോ ചെറുപ്പക്കാരൻ ത്രസിച്ചു പോകുമത്രേ, ത്രസിച്ചു പോകുമത്രേ. ദുനിയാവിലെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം കാണുമ്പോ പെട്ടെന്ന് അവളുടെ പിന്നാലെ പോകുന്നു. അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആകർഷിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. നീ ആകർഷിക്കുന്നത് പോലെ അല്ലാഹു നിനക്ക് ആഖിറത്തിൽ തരാമെന്ന് പറയുന്നു. എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്? ഏതു ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു നിനക്ക് തരും സ്വർഗത്തില്. നീ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു പറയാണ്, വാ, നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സ്വന്തമാക്കി തരും. അവിടുണ്ട് മുന്തിരി തോട്ടവും റമ്മാനും, രഹസ്യമുള്ളതാ കദളിപ്പഴം തിന്നാനും, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, താരാട്ട് പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്. കടക്കണ്ണ് കൊണ്ട് നേരെ ഒരു നോട്ടം
ചെറിയ ഒരു സൈറ്റ് അടി, ഒരു ലൈൻ അടി, എന്താനൊക്കെ പറയാ, മെല്ലെ കണ്ണൊന്ന് അടിച്ചു കാണിക്കുക. അതൊരു പ്രത്യേക രസമല്ലേ? ഇന്ന് ചെറുപ്പക്കാരൊക്കെ ഇന്ന് പെണ്ണുങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന അതല്ലേ? ഒന്ന് കണ്ണടിച്ചു കൊടുക്കുക, അല്ലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുക, ഒരു കണ്ണടിച്ചു കൊടുക്കുക, ഡിം അടിച്ചു കൊടുക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് നീ ഇഷ്ടപ്പെടുന്നത്, സ്വർഗത്തെ അല്ലാഹ് തരും. താരാട്ടു പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്, രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരടത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗ്ഗപ്പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. വകവാഇബ അത്റാബാ, നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ. അപ്പൊ വീടായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പെണ്ണിനെ തന്നു, നല്ല നല്ല പൂന്തോട്ടം തന്നു. പിന്നെ എന്താ ഇനി വേണ്ടത്? ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം, കാട്ടറായി. ദുനിയാവിലെ കാട്ടറായി അല്ല, ആഖിറത്തിൽ നല്ല സാധനം, മണിച്ചമ്പാട്ട. ഏറ്റവും നല്ല സാധനം നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ. ഇന്ന് പിടിച്ചാൽ കിറങ്ങി ഇങ്ങനെ നടക്കും, ഐശ്വര്യ റായിയുമായിട്ട് കറങ്ങുന്ന ഒരു സന്തോഷം. ഓ എന്താ രസം! ഇതൊന്ന് അടിച്ചിട്ട് ഒന്ന് കിടന്നാല്. അതിന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കെന്താണ്? പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും. മദ്യത്തിന്റെ കുപ്പി, മദ്യം വാങ്ങിയിട്ട് കുടക് പ്രദേശത്ത് നല്ല സ്ഥലം, നല്ല നല്ല രസമുള്ള ഏരിയകളാണ്, നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ കുലുക്കി അക്ഷൂന്ന് രണ്ട് പൊട്ടി പൊട്ടിക്കുമ്പോൾ രണ്ട് ചാട്ടമൊക്കെ ചാടൂലേ, അതെന്താപ്പാ എന്റെ രസം! ഇതാണ് നീ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത്? ഞാൻ സാധിച്ചു തരാം ആ സ്വർഗ്ഗത്തിൽ. പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ കോപ്പ, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബാ, ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നത് കൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. സ്വർഗത്തിലെ മദ്യം കുടിച്ചാല് വാപ്പായ വാപ്പ എന്ന് അറിയാൻ പറ്റും, ഉമ്മായ ഉമ്മ എന്നറിയാൻ പറ്റും, പെങ്ങളെ പെങ്ങളെന്നറിയാൻ പറ്റും. ഇവിടുത്തെ മദ്യം കുടിച്ചാല് ഉമ്മായും പെങ്ങളെയും തിരിച്ചറിയില്ല. അതാണ് അല്ലാഹ് അവിടെ ഉപയോഗിച്ച വാക്ക്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ, അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. എന്തേ? കാരണം എവിടെ നിന്ന് വന്ന സാധന? ബാറിൽ നിന്ന് കിട്ടിയ സാധനമൊന്നല്ല. ജസാഅൻ മിർ റബ്ബിക് അതാഅൻ ഹിസാബാ, അള്ളാന്റെ ഭാഗത്ത് നിന്നിട്ട് ഔദാര്യം, പടച്ചവന്റെ ഭാഗം. അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സന്തോഷമാണ്. ഫിയാ അൻഹാറും മിൻ ഖംർ ലല്ലത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരു ആറ് തന്നെ. ക്യൂ നിൽക്കണ്ട, ബിവറേജസിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കണ്ട. ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കാൻ വേണ്ട. ഇവിടെ എത്ര പേരെ പേടിക്കണം? ഇങ്ങനെ ഇങ്ങനെ ക്യൂ നിന്ന് എന്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച്, ചില ആളുകൾ സാധനമൊക്കെ അവിടെ ഇടുപ്പിൽ കയറ്റിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ അവനൊന്ന് പിടിച്ചൊന്ന് കുലിക്കാൽ നല്ല നല്ല സാധനം താഴേക്ക് വീഴും. അപ്പൊ ഇതൊന്നും പേടിക്കണ്ട, ഒരു ആറ് തന്നെ അള്ള നിനക്ക് തന്നിരിക്കും. ആർക്കായത്? മുത്തഖീങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒന്നും പറയാനുള്ള സമയമൊന്നുമില്ല. മാമാരുടെ മുന്നിൽ ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തഖ്വയോടുകൂടി പോകണം. അതല്ലേ നമുക്ക് വേണ്ടത്. ചിരിച്ച് സന്തോഷിച്ച് രസിച്ച് പോലല്ലോ വേണ്ടത്, നമുക്കൊരു തഖ്വയോടുകൂടി ഇറങ്ങി പോകണം. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, മദ്യം, പാല്, വെള്ളം, തേന്, ഇതിന്റെയൊക്കെ ആറ് യഥേഷ്ട നിനക്ക് ഒഴുക്കി തരും. എന്നിട്ടോ വലഹും ഫീഹാ അസ്വാജും
مطهرة وهم فيها خالدون. എന്താ തരുണി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് പറയുന്നു, 70 വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും. പെണ്ണിന്റെ ശരീരത്തിന്റെ, സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ, മാംസം നമുക്ക് കാണാൻ കഴിയും, വെളിയിലേക്ക് വരും. സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെങ്ങാനും പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി അവർ കാഷ്ടിക്കുകയില്ല, മൂത്രിക്കുകയില്ല, അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല. അതാണ് അസ്വാജ മുത്തഹ്ഹറ, പരിശുദ്ധവതികളാണ്. അവർക്ക് ഹൈളില്ല, അവർക്ക് നിഫാസില്ല. ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം.